Hello everyone. Welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ഈ വരുന്ന ഓണപരീക്ഷയിൽ ഇംഗ്ലീഷ് എക്സാമിൽ നമ്മൾ ഷുവർ ആയിട്ടും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് അപ്രിസിയേഷൻ. 8ാം ക്ലാസ്സിൽ അപ്രിസിയേഷൻ ഉണ്ടായിരുന്നില്ല, എന്നാൽ 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാമിൽ ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ് 5 മാർക്കിന്റെ അപ്രിസിയേഷൻ. ആൻഡ് ഈ ഓണപരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അപ്രിസിയേഷൻ നത്തിങ് ട്വൈസ് എന്ന പോയത്തിൻ്റെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് 5 മാർക്കും സ്കോർ ചെയ്യുന്ന ഒരു അപ്രിസിയേഷൻ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി എഴുതുക എങ്ങനെയാണെന്നുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ അപ്രിസിയേഷൻ എഴുതണം എന്ന് പറയുക മാത്രമല്ല, നത്തിങ് ട്വൈസിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കിഡിലിന് അപ്രിസിയേഷൻ പഠിപ്പിക്കുകയും ചെയ്യും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1. What should be the ideal format of an appreciation? ഒരു അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഐ വിൽ എക്സ്പ്ലെയിൻ. ഒരു അപ്രിസിയേഷന് നിങ്ങൾ ആദ്യം തന്നെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവണം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പോയത്തിൻ്റെ പേര് തന്നെ അപ്രിസിയേഷന് ടൈറ്റിലായിട്ട് എഴുതാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെ എഴുതാം: നത്തിങ് ട്വൈസ് എന്ന് എഴുതുന്നു, എന്നിട്ടൊരു കോളൻ ഇടുന്നു, ആൻ അപ്രിസിയേഷൻ എന്ന് എഴുതുന്നു. നത്തിങ് ട്വൈസ് ആൻ അപ്രിസിയേഷൻ, ഒരു ആസ്വാദന കുറിപ്പ്. സോ ഇങ്ങനെ നമ്മൾ ടൈറ്റിൽ എഴുതുന്നു. അടുത്തത് പാരഗ്രാഫ് നമ്പർ 1, ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എന്തൊക്കെ വേണം? ടൈറ്റിൽ ഓഫ് ദ പോയം, പോയത്തിൻ്റെ ടൈറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എബൌട്ട് ദ പോയറ്റ്, പോയറ്റിൻ്റെ പേരും നിങ്ങൾക്കറിയാവുന്ന 1-2 സെൻറ്റൻസുകൾ പോയറ്റിനെ കുറിച്ച് പറയാം. ഓക്കെ, ദെൻ അടുത്ത കാര്യം 1ാമത്തെ പാരഗ്രാഫിൽ തീം ഓഫ് ദ പോയം, ആ പോയത്തിൻ്റെ പ്രധാനപ്പെട്ട തീം എന്താണ് എന്ന് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. വേണമെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ പോയം കൂടെ, അതായത് ഈ പോയത്തിൽ 6 സ്റ്റാൻസ് ഉണ്ട്, ഓരോ സ്റ്റാൻസിൽ 4 വരിയാണ്, റൈം സ്കീം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. ഇതാണ് പാരഗ്രാഫ് നമ്പർ 1. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ ചെയ്യേണ്ടത്? എക്സ്പ്ലനേഷൻ ഓഫ് ദ ഗിവൺ ലൈൻസ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇലാബറേറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, പാരാഫ്രേസ് ചെയ്യുക. റൈറ്റ്. പാരഗ്രാഫ് നമ്പർ 3 വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ പാരഗ്രാഫ് നമ്പർ 3 വേണ്ടത്? പോയറ്റിക് ഡിവൈസസ് എംപ്ലോയ്ഡ് ഇൻ ദ ലൈൻസ്, പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ ലൈൻസ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ സ്റ്റാൻസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച്, സിമിലി, മെറ്റഫർ, അലിട്രേഷൻ, ഇതുപോലെയുള്ള പോയറ്റിക് ഡിവൈസസ് ഉണ്ടല്ലോ, അത് എഴുതുക. ദെൻ അതിന് തൊട്ട് താഴെ ഒരു സെപ്പറേറ്റ് പാരഗ്രാഫായിട്ടൊന്നും എഴുതണ്ട, യുവർ കമന്റ് എബൌട്ട് ദ പോയം, പോയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു അപ്രിസിയേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് നത്തിങ് ടോയ്സിൻ്റെ ഒരു അടിപൊളി അപ്രിസിയേഷനാണ് ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെ കുറിച്ചുള്ള കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും ഞങ്ങളത് വായിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. സോ നമ്മൾ പറഞ്ഞു നത്തിങ് ട്വൈസിൻ്റെ അപ്രിസിയേഷൻ, നമ്മൾ അതിൻ്റെ ടൈറ്റിൽ എങ്ങനെ എഴുതാം? നത്തിങ് ട്വൈസ് ആൻ അപ്രിസിയേഷൻ എന്ന് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ തുടങ്ങുന്നു, നത്തിങ് ട്വൈസ് ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം. സർ, എന്ത് പോയമാണ് സാറേ? തോട്ട് പ്രൊവോക്കിംഗ് പോയം. നമ്മൾ സാധാരണ പറയാറുണ്ട് ബ്യൂട്ടിഫുൾ പോയം, സ്പ്ലെൻഡിഡ് പോയം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇതിന് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് തോട്ട് പ്രൊവോക്കിംഗ് ആണ്. അതായത് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന, ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു കവിത. അപ്പോൾ ആ വേർഡ് എന്താണ്? നത്തിങ് ട്വൈസ് ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം റിട്ടൺ ബൈ ദി. നമ്മളിനി ആരാണ് ഇത് എഴുതിയെന്ന് പറയുന്നു. നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പുള്ളിക്കാരത്തിൻ്റെ പേര് പറഞ്ഞു പോവാം. എന്താണ്? വിസ്ലാവ സിംപോസ്ക. പക്ഷെ പുള്ളിക്കാരത്തെക്കുറിച്ച് കുറച്ചുകൂടെ അഡീഷണൽ ഡാറ്റ നമ്മൾ കൊടുക്കുകയാണ്. ബൈ ദി റിനൗണ്ട് പോളിഷ് പോയറ്റ്. റിനൗണ്ട് എന്ന് വെച്ചാൽ പ്രശസ്തയായ, പോളിഷ് എന്ന് പറഞ്ഞാൽ പോളണ്ടുകാരിയായ പോയറ്റ്. കഴിഞ്ഞോ? ഇല്ല. ആൻഡ് നോബൽ ലോറിയറ്റ്, നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്? വിസ്ലാവ സിംപോസ്കയാണ്. സോ നമ്മുടെ കവിതയുടെ പേര് പറഞ്ഞു, കവിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഇനി എന്താണ് പറയാൻ പോകുന്നത് നോക്കൂ. ദ പോയം എക്സാമിൻസ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. തീം പറയാൻ പോവാണ്. ഈ പോയം എന്ത് പരിശോധിക്കുന്നു, എക്സാമിൻ ചെയ്യുന്നു? കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യന്മാരുടെ എക്സിസ്റ്റൻസിൻ്റെ, നിലനിൽപ്പിൻ്റെ കോംപ്ലക്സിറ്റീസ്, അതിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ കവിത സംസാരിക്കുന്നത്. ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കവിത വായിച്ച സമയത്ത്. ദ പോയറ്റ് ഡിസ്കസസ്, എന്തൊക്കെയാണ് കവി ഡിസ്കസ് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്? ദ റാപ്പിഡ് പാസേജ് ഓഫ് ടൈം, ദ റാപ്പിഡ് പാസേജ് ഓഫ് ടൈം, സമയത്തിൻ്റെ വളരെ വേഗത്തിൽ പോകുന്ന, റാപ്പിഡ് എന്ന് വെച്ചാൽ മൂവിങ് വെരി ഫാസ്റ്റ്ലി എന്നാണ്, വളരെ വേഗത്തിലുള്ള പോക്ക്. ദെൻ ദ ട്രാൻഷ്യൻസ് ഓഫ് മെമ്മറീസ്, ഓർമ്മകളുടെ അസ്ഥിരത എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നിൽക്കാത്ത അവസ്ഥ,
ട്രാൻഷൻസ് ഓഫ് മെമ്മറീസ് ആൻഡ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് മൊമെൻറ്റ്. ഓരോ നിമിഷത്തിൻ്റെയും യുണീക്നെസ്, ഓരോ നിമിഷത്തിൻ്റെയും അതുല്യത, ഇതൊക്കെയാണ് കവി ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരു 3 പോയിന്റ് സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇതൊക്കെയാണ് കവിത ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെന്താ ഡിസ്കസ് ചെയ്യുന്നത്? ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. സോ നമുക്കൊരു ഗംഭീരമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കിട്ടും. ഓക്കെ, ഇത് ഞാൻ മാക്സിമം സിമ്പിൾ ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്കും വലിയ സന്തോഷമാണ്. നോക്കൂ, ഇനിയോ ദ പോയം റിമൈൻഡ്സ് അസ്. ഈ പോയം നമ്മളെ റിമൈൻഡ് ചെയ്യുന്നു, ഓർമ്മിപ്പിക്കുന്നു. എന്താ? ടു ലിവ് ഇൻ ദ പ്രസൻറ്റിൽ, ഈ കാലത്ത്, വർത്തമാനകാലത്ത് ജീവിക്കാൻ, വിത്തൗട്ട് വറിയിങ് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ വറി ചെയ്യാതെ പ്രസൻറ്റിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കവിതയാണത്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ പാരഗ്രാഫിൽ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങൾക്ക് സാധാരണ 2-3 സ്റ്റാൻസ് തന്നാൽ ആ സ്റ്റാൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പക്ഷേ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോയം മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സ്റ്റാൻസിനും സെപ്പറേറ്റ് നിങ്ങൾ കേൾക്കാം. നോക്കൂ, ദ പോയറ്റ് സേസ് ദാറ്റ് ഈച്ച് മൊമെന്റ് ഇൻ ലൈഫ് ഈസ് യുണീക്ക്. ഒന്നാമത്തെ സ്റ്റാൻസ് എടുത്ത് വെക്കണം, എന്നിട്ടാണ് ഇത് കേൾക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് തുറക്കുക, ഒന്നാമത്തെ സ്റ്റാൻസ് ഓപ്പൺ ചെയ്ത് വെക്കുക. ദ പോയറ്റ് സേസ് ദാറ്റ് ഈച്ച് മൊമെന്റ് ഇൻ ലൈഫ് ഈസ് യുണീക്ക്. ജീവിതത്തിൽ ഓരോ മൊമെന്റും യുണീക്കാണ്. ആൻഡ് കനോട്ട് ബി റിപ്പീറ്റഡ്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല? റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, ആവർത്തിക്കാൻ പറ്റില്ല. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇങ്ങനെ ആവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഫലമായി വി ആർ അൺപ്രിപ്പയർഡ് വെൻ വി ആർ ബോൺ. നമ്മൾ മനുഷ്യന്മാർ പ്രിപ്പയർഡ് അല്ല, തയ്യാറെടുപ്പില്ലാതെയാണ് നമ്മൾ ജനിക്കുമ്പോൾ വരുന്നത്. ആൻഡ് ഡു നോട്ട് ഗെറ്റ് എ ചാൻസ് ടു റിഹേഴ്സ് ഓർ പെർഫെക്റ്റ് അവർ ആക്ഷൻസ് ബിഫോർ വി ഡൈ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആക്ഷൻസ് പെർഫെക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തികൾ റിഹേഴ്സ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നേയില്ല. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്, റൈറ്റ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷൻ. ഞാൻ കളർ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യാണ്. രണ്ടാമത്തെ സ്റ്റാൻസ. ദ പോയറ്റ് റിമൈൻഡ്സ് us that, കവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ്? ഈവൺ ഇഫ് യു ആർ ദ മോസ്റ്റ് സ്റ്റുപ്പിഡ് പേഴ്സൺ ഓൺ ദ പ്ലാനറ്റ്, നിങ്ങളാണ് ഈ ഭൂലോകത്തെ ഏറ്റവും സ്റ്റുപ്പിഡ് ആയിട്ടുള്ള മനുഷ്യൻ ആണെങ്കിലും യു വോണ്ട് ഗെറ്റ് അനദർ ചാൻസ് ടു റിപ്പീറ്റ് ദ എക്സ്പീരിയൻസ് ഓർ ലെസൺ. നിങ്ങൾക്കും എന്തില്ല? ഒരു കൺസിഡറേഷനും ഉണ്ടാവില്ല, നിങ്ങൾക്കും ഒരു റിലാക്സേഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? യു വോണ്ട് ഗെറ്റ് അനദർ ചാൻസ് ടു റിപ്പീറ്റ് എൻ എക്സ്പീരിയൻസ് ഓർ ലെസൺ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവമോ ഒരു പാഠമോ ആവർത്തിക്കാൻ നിങ്ങൾക്കും അവസരം കിട്ടില്ല. ബിക്കോസ് ലൈഫ് ഈസ് ലൈക്ക് എ കോഴ്സ് ദാറ്റ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം ഓഫർ ചെയ്യപ്പെടുന്ന ഒരു കോഴ്സാണ്. സോ ഇതുകൊണ്ട് 2 ഉപകാരമുണ്ട് വീഡിയോ കൊണ്ട്. അപ്രിസിയേഷൻ മാത്രമല്ല, ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അറിഞ്ഞുകൂടാത്തവർക്കും ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ അടുത്ത സ്റ്റാൻസിലേക്ക് പോവാണ്. ഈച്ച് ഡേ ഈസ് യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ദ ഡേ ബിഫോർ. വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? ഓരോ ദിവസവും എന്താണ്? ഡിഫറെൻ്റ് ആണ്. തൊട്ടടുത്ത അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ദിവസത്തിൽ നിന്ന് അതെന്താണ്? ഡിഫറെൻ്റ് ആണ്. നോ 2 nights bring to us happiness and joy exactly in the same way. മൂന്നാമത്തെ സ്റ്റാൻസ് എടുത്താലേ മനസ്സിലാവുള്ളൂ. എന്താണ്? 2 രാത്രികൾ നമ്മൾ ഒരിക്കലും ഹാപ്പിനെസ് എന്താണ്, ജോയ് എന്താണെന്ന് ഒരുപോലെ പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് ഒരു രാത്രി തോന്നിയ സന്തോഷവും ജോയും ഒക്കെ പിറ്റേ ദിവസം തോന്നുന്നതിൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. വിത്ത് എക്സാക്ട്ലി ദ സെയിം കിസ്സസ്. അതുപോലെ നിങ്ങൾക്ക് ഒരിക്കൽ ലഭിക്കുന്ന ചുംബനം പോലെ ആയിരിക്കില്ല മറ്റൊരിക്കൽ ലഭിക്കുന്ന കിസ്സസ് പോലും എന്താവില്ല? സെയിം ആവില്ല. ഇനി നോക്കൂ, ഞാൻ അടുത്ത സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുകയും കൂടെ വേണം. സിംപോസ്ക ഓൾസോ ഇലാബറേറ്റ്സ്. സിംപോസ്ക ഇതുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. എന്താ? ഹൗ സംവൺസ് ഫീലിംഗ് അബൌട്ട് അനദർ പേഴ്സൺ ക്യാൻ ചേഞ്ച് ഫ്രം ഡേ ടു ഡേ. എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഫീലിംഗ് ദിവസം കഴിയും തോറും അല്ലെങ്കിൽ ഡേ ടു ഡേ മാറുന്നത്? വൺ ഡേ ഒരിക്കൽ വെൻ സംവൺ മെൻഷൻസ് ദ പോയറ്റ്സ് ബിലവഡ്സ് നെയിം, ഒരിക്കൽ ആരോ ഒരാൾ പോയറ്റിൻ്റെ ബിലവഡിൻ്റെ പേര് സൂചിപ്പിച്ചപ്പോൾ, ബൈ ചാൻസ് യാദൃശ്ചികമായി സൂചിപ്പിച്ചപ്പോൾ, ഷീ വിൽ തിങ്ക് ഓഫ് ഹിം, അവള്, അതായത് നമ്മുടെ പോയറ്റ് അദ്ദേഹത്തെക്കുറിച്ച്, ബിലവഡിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കും? ആൻഡ് ഫീൽ എങ്ങനെ? ആസ് ഇഫ് എ റോസ് വിത്ത് ഓൾ കളേഴ്സ് ആൻഡ് ഫ്രാഗ്രൻസ്. ഏതുപോലെ? ഒരു റോസാപുഷ്പം അതിൻ്റെ എല്ലാ നിറത്തോടുകൂടെയും എല്ലാ സുഗന്ധം ഫ്രാഗ്രൻസോടുകൂടെയും വാസ് ത്രോൺ ഇൻ ടു ഹെർ റൂം, അവളുടെ റൂമിലേക്ക് എറിയപ്പെട്ടതുപോലെ അവൾക്ക് തോന്നും. കാരണം ആ പ്രസൻസ് അവൾക്ക് അത്രമേൽ പ്രഷ്യസ് ആയിരുന്നു, അത്രമേൽ അവളെ എക്സൈറ്റ് ചെയ്യിച്ചിരുന്നു ഒരു ദിവസം. ഓക്കെ മക്കളെ, ഞാനിങ്ങനെ ഓരോ വേർഡും പറഞ്ഞു പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസ് ആണ്. ഈ കവിത പല സ്ഥലത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്. സോ നിങ്ങൾ കുറച്ച് നേരം എന്നോട് ക്ഷമിക്കുക കേട്ടോ, മനസ്സിലാവുന്നുണ്ടെന്ന് സാറ് വിശ്വസിക്കട്ടെ. ഇനി നോക്കൂ, ദ നെക്സ്റ്റ് ഡേ, അടുത്ത സ്റ്റാൻസേർഡ് എക്സ്പ്ലനേഷൻ ആണ്.
The next day, even when the poet is with her beloved, പിറ്റേ ദിവസം പോയറ്റ് ബിലവഡിൻ്റെ കൂടെ ആണെങ്കിൽ പോലും, ഇന്നലെ തന്നെ എക്സൈറ്റ് ചെയ്യിച്ച മനുഷ്യനാണ്, പക്ഷെ പിറ്റേ ദിവസം അയാൾ തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഷീ ഫീൽസ് റെസ്റ്റ്ലെസ്. അവൾക്ക് എന്ത് തോന്നുന്നു? റെസ്റ്റ്ലെസ് ആണ്. അവൾക്ക് ഒരു വെപ്രാളവും വിരള് പിടിപ്പും, അതായത് ഒരു സ്ഥലത്ത് ഇരിക്കാനും നിൽക്കാനൊന്നും തോന്നില്ല. ആൻഡ് വാച്ചസ് ദ ടൈം, എപ്പോഴും എന്ത് നോക്കുന്നു? ക്ലോക്ക് നോക്കിയിരിക്കുന്നു, സമയം നോക്കിയിരിക്കുന്നു. കാരണം ഇയാൾ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും എന്താണ്, ടെൻസ്ഡ് ആണ്. റൈറ്റ്? ഷീ ലോസ്റ്റ് ദ ത്രിൽ ഓഫ് ദ പ്രീവിയസ് ഡേ. അവൾക്ക് ഇന്നലത്തെ ത്രില്ലൊക്കെ, എക്സൈറ്റ്മെൻ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അയാളെക്കുറിച്ചുള്ള ഫീലിംഗ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷീ സ്റ്റാർട്ട്സ് ടു ക്വസ്റ്റ്യൻ ഹർ ഫീലിങ്സ് ആൻഡ് വണ്ടേഴ്സ്. അവളുടെ ഫീലിങ്സിനെ, അവൾക്ക് തോന്നിയ തോന്നലുകളെ അവൾ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്നു. ആൻഡ് വണ്ടേഴ്സ്, എന്നിട്ട് അത്ഭുതപ്പെടുകയാണ്. ഇഫ് വാട്ട് ഷീ ഫെൽറ്റ് ബിഫോർ വാസ് റിയൽ. അവൾക്ക് മുമ്പ് തോന്നിയത്, ഇന്നലെ തോന്നിയത് ശരിക്കും റിയൽ ആയിരുന്നോ എന്ന് അവൾ അത്ഭുതപ്പെടുകയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസയെ കുറിച്ച് പറയാണ്. ദ പോയം urges us to live in the present. ഈ പോയം നമ്മളോട് ഏർജ് ചെയ്യുന്നു, നമ്മളെ സ്ട്രോങ്ലി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ടു ലിവ് ഇൻ ദ പ്രസൻറ്റിൽ ജീവിക്കാൻ വേണ്ടി. വി ഓഫൺ വെറി ആൻഡ് ഫീൽ സാഡ് അബൌട്ട് ഈച്ച് പാസിംഗ് ഡേ. ഓരോ പാസിംഗ് ഡേ, ഓരോ കടന്നു പോകുന്ന ദിവസത്തെക്കുറിച്ച് നമ്മൾ എന്താവുന്നുണ്ട്? നമ്മൾ അൺവാണ്ടഡ്ലി എന്ത് ചെയ്യുന്നുണ്ട്? വറി ചെയ്യുന്നുണ്ട്, ആദ്യ പിടിക്കുന്നുണ്ട്. ഈവൻ ദോ ദർ ഇസ് നോ പോയിന്റ് ഇൻ ബീയിങ് അഫ്രേഡ്. പക്ഷേ അങ്ങനെ പാസിംഗ് ഡേയെ കുറിച്ച് നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട, ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ദർ ഇസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ദാറ്റ് ഓർ അപ്സെറ്റ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. നോക്കൂ, എവ്രി മൊമെന്റ് ഓഫ് ടുഡേ ഈസ് പാസിംഗ് ഫോർവേഡ് ആൻഡ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ടൈം ഗോൺ. ഓരോ നിമിഷവും എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞു പോയ സമയത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കൂ, പീപ്പിൾ പ്രിഫർ ഹാർമണി ഇൻ ലൈഫ് ഓൺ ദ എർത്ത്. റൈറ്റ്? ലാസ്റ്റ് ആൻസറാണ്. പീപ്പിൾ പ്രിഫർ, ആളുകൾ എന്ത് പ്രിഫർ ചെയ്യുന്നു, എന്തിന് മുൻതൂക്കം കൊടുക്കുന്നു? ഹാർമണി ഇൻ ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിലെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഹാർമണിക്കാണ്, ഒത്തൊരുമയ്ക്കാണ്. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആൻഡ് ഈവൻ വെൻ പീപ്പിൾ ആർ ഡിഫറെൻറ്റ് ലൈക്ക് 2 drops ഓഫ് വാട്ടർ. ആളുകൾ ഡിഫറെൻ്റ് ആണ്. എന്തുപോലെ? 2 വെള്ളത്തുള്ളികൾ പോലെ ആളുകൾ ഡിഫറെൻ്റ് ആണെങ്കിലും അവർ എഗ്രി ചെയ്യുന്നു. എന്തിനെക്കുറിച്ച്? ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സീക്കിംഗ് ഹാർമണി. ഒത്തൊരുമ സീക്ക് ചെയ്യുന്നത്, ഒത്തൊരുമയെക്കുറിച്ച് അവരെന്ത് ചെയ്യുന്നു? എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈവൻ ദോ പീപ്പിൾ ആർ ഡിഫറെൻറ്റ് ലൈക്ക് 2 drops ഓഫ് വാട്ടർ. സോ ഇങ്ങനെയാണ് ഈ കവിത അവസാനിക്കുന്നത്. നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആവുമെന്ന് വേണ്ട, നിങ്ങൾക്കിത് മൊത്തം എഴുതണ്ട, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റാൻസാസ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് ബ്രിങ്സ് അസ് ടു ദ ലാസ്റ്റ് പാരഗ്രാഫ്. ആ ലാസ്റ്റ് പാരഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ പാരഗ്രാഫിലാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു കവിതയുടെ, ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റൈറ്റിംഗ് എ സമ്മറി. ഇറ്റ് വിൽ നോട്ട് ഫെച്ച് യു 5 out of 5. മേ ബി 2.5 മാർക്ക് കിട്ടുമായിരിക്കും, 3 മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷെ അപ്രിസിയേഷൻ 5 മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഫോമാറ്റ് പിന്തുടരണം. നോക്കൂ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കൃത്യമായിട്ട് കേൾക്കുക. ദ പോയം ഈസ് അറേഞ്ച്ഡ് ഇൻ 7 quatrains. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ലൈവ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ നത്തിങ് ടോയ്സ് ലൈവ് എന്ന് സെർച്ച് ചെയ്താൽ ഓൾറെഡി 50,000 ആളുകൾ കണ്ട ഒരു ലൈവ് ഉണ്ട്, അത് കാണുക. സോ ക്വാട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 4 വരികളുള്ള ഒരു സ്റ്റാൻസൊക്കെയാണ് നമ്മൾ ക്വാട്രെയിൻ എന്ന് വിളിക്കും. സോ ഈ കവിതയിൽ അതുപോലത്തെ 7 quatrains ഉണ്ട്. അപ്പം ഞാൻ പറയുന്നു, ദ പോയം ഈസ് അറേഞ്ച്ഡ് ഇൻ 7 quatrains വിത്ത് എ റൈം സ്കീം ഓഫ് ABAB. പോയത്തിൻ്റെ റൈം സ്കീം എന്താണെന്ന് പറയുന്നു? 7 quatrains ആണെന്ന് പറയുന്നു, സ്ട്രക്ചർ പറയുന്നു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ പാരഗ്രാഫിൽ ഈ വരി മാത്രം എന്ത് ചെയ്യായിരുന്നു? ഇൻക്ലൂഡ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ചെയ്താൽ മതി. ഇനി നോക്കൂ, ദ റിച്ച് യൂസ് ഓഫ് വാരിയസ് പോയറ്റിക് ഡിവൈസസ്. ഇത് നമുക്കങ്ങ് എഴുതാം. എങ്ങനെ? ദ റിച്ച് യൂസ് ഓഫ് വാരിയസ് പോയറ്റിക് ഡിവൈസസ്. റിച്ച് യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളമായുള്ള ഉപയോഗം എന്നാണ്. പലതരത്തിലുള്ള പോയറ്റിക് ഡിവൈസുകളുടെ ധാരാളമായുള്ള റിച്ച് യൂസ് മേക്സ് ദ പോയം മോർ ബ്യൂട്ടിഫുൾ. ഈ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ കവിതയുടെ തീമും ഈ കവിതയുടെ മെസ്സേജൊക്കെ അടിപൊളിയാണ്. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഈ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു. ദെൻ സിംബോസ്ക യൂസസ് മെറ്റഫേഴ്സ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം. ഞാൻ ആദ്യം മെറ്റഫറിനെ കുറിച്ച് പറയുന്നു. മെറ്റഫേഴ്സ് സച്ച് ആസ് ഏതുപോലത്തെ? സച്ച് ആസ് കമ്പയറിങ് ലൈഫ് ടു എ 1-time കോഴ്സ്. ജീവിതത്തെ എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്? ഒരു 1-time കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻസിൽ ഉണ്ടെങ്കിൽ ഇത് മെറ്റഫർ എക്സാമ്പിൾ ആണെന്ന് എടുത്ത് എഴുതാം. ഇനി നോക്കൂ, അടുത്തത്
പേഴ്സോണിഫിക്കേഷൻ ഈസ് എംപ്ലോയ്ഡ് മീൻസ് യൂസ്ഡ് എന്നാണ്. എംപ്ലോയ്ഡിൻ്റെ അർത്ഥം എന്താ? ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ്. എവിടെയൊക്കെയാണ് പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചുള്ളത്? വെൻ ദ പോയറ്റ് അസ്യൂംസ് ദാറ്റ് ദ ഡേ ഹാസ് ദ എബിലിറ്റി ടു കോപ്പി. ഒരു ദിവസത്തിന് നോ ഡേയ്സ് കോപ്പീസ് ഫ്രം അനദർ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അയാൾ സിംബോസ്കി എന്താണ് അസ്യൂം ചെയ്യുന്നത്, വിചാരിക്കുന്നത്? ദിവസത്തിന് നമ്മൾ ഈ പ്രിൻറ്റിംഗ് മെഷീനൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു പേജ് കോപ്പി ചെയ്യാൻ പറ്റുന്ന പോലെ ദിവസത്തിന് കോപ്പി ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണ്. സോ അത് പേഴ്സോണിഫിക്കേഷനാണ്. കാരണം ദിവസത്തിന് കോപ്പി ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദ നൈറ്റ് ഹാസ് ദ എബിലിറ്റി ടു ടീച്ച്, അല്ലേ? രാത്രി 2 രാത്രികൾക്ക് ഒരേപോലെ നിങ്ങളെ ഹാപ്പിനെസ് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സോ രാത്രിക്ക്, നൈറ്റിന് നിങ്ങളൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല അൺലെസ് ആൻഡ് അൺടിൽ യു ആർ എ ഹ്യൂമൻ ബീയിങ്. സോ നൈറ്റിന് പഠിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ദിവസത്തിന് കോപ്പി ചെയ്യാൻ പറ്റും. ഇതൊക്കെ പറയുന്ന എന്നുള്ള എക്സാമ്പിളാണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ഇനി നോക്കൂ, ദ പോയറ്റ് യൂസസ് അലിറ്ററേഷൻ ഇൻ ദ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എക്സാമ്പിൾ പറഞ്ഞു പോകും. അലിറ്ററേഷൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലൈൻസിലും അലിറ്ററേഷൻ എക്സാമ്പിൾ ഉണ്ടാവും. എങ്ങനെ അലിറ്ററേഷൻ എക്സാമ്പിൾ പറയാം? ഇങ്ങനെ നോക്കുക, നോ 2 nights will teach. അപ്പോൾ ഈ ട് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിലോ ദ നെക്സ്റ്റ് ഡേ ദോ യു ആർ ഹിയർ വിത്ത് മീ ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വർ ഫ്ലങ് എക്സെട്ര. ഇതൊക്കെ എന്നുള്ള എക്സാമ്പിളാണ്? അലിട്രേഷനുള്ള എക്സാമ്പിളാണ്. ഇനി നോക്കൂ, ആൻ എക്സാമ്പിൾ ഓഫ് ദി ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ ഉണ്ട്. എന്താണ് ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ? ഇതൊന്ന് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. സം ഐഡൽ ടങ് മെൻഷൻസ് യുവർ നെയിം. സോ അവിടെ പറയുന്നു, അതായത് ആരോ എന്തോ പറയുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് എന്തിനുള്ള എക്സാമ്പിളാണ്? ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഇനി ജസ്റ്റ് ആസ് 2 drops of water is an excellent example for simile. കാരണം എന്താ? സിമിലി എന്ന് വെച്ചാൽ ലൈക്കോ ആസോ വെച്ച് 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നതിനാണ്. സോ ഇവിടെ ആസ് വെച്ചിട്ട് ഹ്യൂമൻ ബീങ്സിൻ്റെ ഡിഫറൻസിനെ 2 drops of water ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ അത് സിമിലിക്ക് എക്സാമ്പിൾ ആണ്. സോ ഇങ്ങനെയൊക്കെ പറയും. ഈസ് എൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് പകരം പല രീതിയിൽ പറയാം. നോക്കൂ, ജസ്റ്റ് ആസ് 2 drops of water ഈസ് എൻ എക്സലന്റ് എക്സാമ്പിൾ ഫോർ സിമിലി. ഇവിടെ എന്താ പറയുന്നത്? അലിട്രേഷൻ ഈസ് യൂസ്ഡ് എന്നാ പറയുന്നത്, അല്ലേ? ഇനി നോക്കൂ, സം വിഷ്വൽ ഇമേജസ് ആർ. ഇനി കുറച്ച് വിഷ്വൽ ഇമേജസ് ഉണ്ടാവുമല്ലോ, അതും മെൻഷൻ ചെയ്യുക. ഏതൊക്കെയാണ്? റോസ് വിത്ത് ഓൾ ഹ്യൂ ആൻഡ് ക്ലോക്ക്. ഇതൊക്കെ എന്താണ്? വിഷ്വൽ ഇമേജസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പോയറ്റിക് ഡിവൈസസ് മെൻഷൻ ചെയ്യുക. ലാസ്റ്റ് ലൈനിൽ നിങ്ങൾക്ക് ആ കവിതയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കൂടെ പറയാം. ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയും. ഇഷ്ടമല്ല എന്ന് പറയരുത്, ആണെന്ന് പറയണം. അതെന്തുകൊണ്ടാണെന്ന് പറയണം. നോക്കൂ, ഐ ലവ് ദിസ് പോയം. എനിക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇറ്റ് സെർവ്സ് ആസ് എ സീരിയസ് റിമൈൻഡർ ടു എംബ്രേസ് ഈച്ച് മൊമെൻറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ പറയുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് ഈ കവിത ഇഷ്ടപ്പെടുന്നത്? ബിക്കോസ് ഇറ്റ് സെർവ്സ് ആസ് എ സീരിയസ് റിമൈൻഡർ. കാരണം ഇതൊരു വലിയ റിമൈൻഡറാണ്, ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്, വളരെ സീരിയസ് ആയിട്ടൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്തിനെക്കുറിച്ച്? ടു എംബ്രേസ്, ആലിംഗനം ചെയ്യാൻ, ആശ്ലേഷിക്കാൻ, ഈച്ച് മൊമെൻറ്റ്, ഓരോ നിമിഷത്തെയും, വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, ഓരോ നിമിഷത്തെയും നിങ്ങൾ കടപ്പാടോടുകൂടി എന്ത് ചെയ്യണം? എംബ്രേസ് ചെയ്യണം. ടു ലിവ് ഇൻ ദ പ്രസൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എന്താ? ഐ ലവ് ദിസ് പോയം ബിക്കോസ് ഇറ്റ് സെർവ്സ് ആസ് എ സീരിയസ് റിമൈൻഡർ ടു ലിവ് ഇൻ ദ പ്രസൻറ്റ് വിത്തൗട്ട് വറിയിങ് അബൌട്ട് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അങ്ങനെയായാലും മതി. എങ്ങനെയായാലും ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു, നന്നായി കണ്ടിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒരു തവണ കൂടെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് അപ്രിസിയേഷനിൽ നമ്മൾ 5 മാർക്ക് പഠിക്കും. ഓക്കെ, സോ ഞാൻ അത്രയും സമയമെടുത്ത് എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു അപ്രിസിയേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉറപ്പാണ് ഇത് വേറെ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല, സൈലത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ അല്ലാതെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ടും ഞാനത് വായിക്കും. സോ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സർ, സൈനിങ് ഓഫ് ഫ്രം സൈലന്റ് ലേണിംഗ്. താങ്ക് യു എവ്രിബഡി.